വലിയ ഒരു സംഭവമുണ്ട് കൊല്ലത്ത്. ഇന്നലെ ഞായറാഴ്ചയാണ് ഒരു പോലീസുകാരൻ്റെ വീട്ടിൽ പോർച്ചിലിരുന്ന ബൈക്ക് കത്തിച്ചിരിക്കും. അത് നമ്മളെല്ലാവരും വാർത്ത കൊടുത്തായിരുന്നു. പക്ഷേ അതിൽ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ യുവ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ പേര് എഴുതി വെച്ചിരുന്നതിൽ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെ പോലീസുകാരനാകുമ്പോൾ അങ്ങനെ എല്ലാവരും സംശയം ഇവരാരെങ്കിലും തല്ലിയിട്ടുണ്ടായിരിക്കുമെന്ന് നമ്മൾ പൊതുവെ എല്ലാവരും കരുതി. ഇത് ആറന്മുള സ്റ്റേഷൻ ജോലി ചെയ്യുന്ന CPO ആണ് വിവേക്, കൊച്ചുപയ്യനാന്ന് തോന്നുന്നു. അതെ അതെ. അപ്പോൾ ഇത് ശരിക്കും ആദ്യം എല്ലാവരും വിചാരിച്ചത് ഇയാൾ പോലീസ് ആക്ഷനിലെങ്ങാണ്ട് പങ്കെടുത്തിട്ട് സ്വാഭാവികമായിട്ട് പക്ഷേ അങ്ങനെ ഒരു സംഭവം ഇല്ല. അങ്ങനെ ആക്ഷനും പോയിട്ടില്ല. ഇല്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇയാളെ ബൈക്ക് എത്തിക്കാനുള്ളത്? വ്യക്തിപരമായ എന്തോ കാര്യമാണെന്ന് അപ്പോൾ മനസ്സിലായി പോലീസിൽ. അപ്പോൾ അത് അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത്. അല്ല, അതിസുന്ദരി ഒരു പെങ്കൊച്ച് ഇവനുമായിട്ട് കല്യാണം ഉറപ്പിച്ചിരുന്നതാണ്. ഇവനും അവളിവിടെ കൊല്ലത്തുകാരി തന്നെയാണ്. അതെ. ഈ അവിടെ കൂട്ടുകാരി കട്ടപ്പനയുള്ള ഇടുക്കി വന്നു. ഇവർ രണ്ടുപേരും കൂടി അതിവിദഗ്ധമായിട്ട് പാതിരാത്രി അവൻ്റെ വീട്ടിൽ ചെന്ന് കത്തിച്ചതാണ്. കത്തിച്ചിട്ട് ഈ പറയുന്ന ലെറ്റർ, ഈ വിദ്യാർത്ഥി സംഘടനയെ പെടുത്തുന്ന ലെറ്റർ, അതിൻ്റെ കൂടെ അത് എഴുതി അവിടെ ഒട്ടിച്ചു വെച്ചു. വീടിന് ചുറ്റും വീടിൻ്റെ പടി കരിയോയിൽ ഒഴിച്ചു. അപ്പോൾ ഒരു സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നും ഇതാരോ അത്രയ്ക്ക് ശത്രുത ഉള്ള ആൾക്കാരാണ്. അപ്പോൾ പോലീസ് ഇത് അന്വേഷിച്ച് പോയപ്പം CCTV ദൃശ്യങ്ങളെടുത്തു. CCTV ദൃശ്യങ്ങളെടുത്തപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് രണ്ട് പെണ്ണുങ്ങളാണെന്നുള്ളത് മനസ്സിലായി. പക്ഷേ ഇതാരാണെന്ന് കണ്ടത് ഈ ദൃശ്യങ്ങൾ പതുങ്ങി നിൽക്കുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ കിട്ടിയെന്നാണ് ഒരു വീടിൻ്റെ അടുത്ത്. പക്ഷേ ഈ ദൃശ്യങ്ങളിൽ ആളെ തിരിച്ചറിയത്തില്ലായിരുന്നു. തിരിച്ചറിയാതെ വന്നു കഴിഞ്ഞ് അവരിങ്ങനെ എങ്ങനെയൊക്കെ നോക്കി ഒരു ഓട്ടോറിക്ഷ കണ്ടുപിടിച്ചു. ഇവർ വന്നത് ഒരു ഓട്ടോറിക്ഷയിൽ. ആ ഓട്ടോറിക്ഷ വന്ന ഇവർ ഒരു മണ്ടത്തരം കാണിച്ചു. ഈ ഓട്ടോറിക്ഷ വന്നിട്ട് ഈ ഓട്ടോ ഡ്രൈവർക്ക് ഗൂഗിൾ പേ വഴി പൈസ വളരെ എളുപ്പമല്ല ആ നമ്പർ വെച്ച്. അപ്പോൾ അത് പറഞ്ഞു. അപ്പോഴേ പൊക്കി ഇരിക്കുന്ന സമയത്ത് ഈ പെണ്ണ് പോലീസ് കസ്റ്റഡി വെച്ച് എലിവിഷം. ഈ ആതിര എന്നാണ് ഈ മുഖ്യ പ്രതിയുടെ പേര്. കൂട്ടുകാരി ഈ ആതിരയുമായിട്ട് ഈ പയ്യൻ്റെ വിവാഹം ഉറപ്പിച്ചിരുന്നത്, ഈ വിവേക് എന്ന് പറയുന്ന പോലീസുകാരൻ്റെ വിവാഹം ഉറപ്പിച്ചിരുന്നതാണ്. ആ വിവാഹം എന്തോ കുടുംബ പ്രശ്നങ്ങൾ കാരണം തെറ്റിപ്പോയി. അപ്പോൾ ആ വിവാഹം മുടങ്ങിയതിൻ്റെ കലിപ്പിന് ഈ പെൺകുട്ടി ചെയ്തതാണ്. നമ്മുടെ ഗ്രീഷ്മയ്ക്ക് പിൻഗാമികളുണ്ടെന്ന് മനസ്സിലായി. എന്നാൽ അവനെ വിഷം കൊടുക്കാത്ത വല്ലാത്ത ഭാഗ്യമായി ആ പോലീസുകാരൻ. അല്ല, നമ്മളൊന്ന് ചിന്തിക്കണേ. നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളൊക്കെ പണ്ടൊക്കെ ഒരു കല്യാണം ഉറച്ചാൽ കല്യാണത്തിൻ്റെ അന്നായിരിക്കും ചിലപ്പോൾ ഈ പയ്യൻ്റെ മുഖം നേരെ അല്ലേ? അതെ. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? ഇവിടെ നേരെ ഈ വിവാഹം മാറിയ ഉടനെ ഇവിടെ കൂട്ടുകാരിയെ വിളിച്ചുകൊണ്ട് നേരെ വരുന്നു. വന്നിട്ട് അവിടെ അടുത്ത വായനശാലയുടെ പിന്നിലെങ്ങാണ്ട് പതുങ്ങിയിരിക്കുകയാണ്. ഇത് പതുങ്ങിയിരുന്നതിന് ശേഷം രാത്രിയായപ്പോൾ വീടിൻ്റെ അവിടെ വന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്തു. അത് ഇന്നത്തെ കാലത്ത് എങ്ങോട്ട് തിരിഞ്ഞാലും CCTVയും മറ്റു കാര്യങ്ങളും ഉള്ള സ്ഥലത്ത് എന്തൊക്കെ ഇന്നത്തെ സാങ്കേതിക സംവിധാനങ്ങളുണ്ടെന്നുള്ള ഈ പിള്ളേർ ഇവർ തന്നെ ഇതിൽ വിദഗ്ധരാണല്ലോ. എന്നിട്ട് അവർക്കത് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ അത്ഭുതമായിരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ അതെല്ലാം ഉണ്ടായിരുന്നിട്ടും അതിനെ ഒന്നും കൂസാതെ പോയിട്ടാണ് ഈ പരിപാടി ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓർക്കുന്നത് പണ്ട് കൊല്ലത്തുനിന്ന് 2 കൊച്ചു പിള്ളേരെ തട്ടിക്കൊണ്ട് ഓർമ്മയുണ്ട്. ഒരു കുടുംബം ഒരു കൊച്ചിനെയാണ് തട്ടിക്കൊണ്ട് ഒരു കുടുംബം. ആ കുടുംബം എന്ന് പറഞ്ഞാൽ വെൽ ഓർഗനൈസ്ഡ് ഫാമിലിയാണ്. യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത നല്ല സിറ്റുവേഷൻ കഴിഞ്ഞ ഒരു കുടുംബം. അതിന് ആ കുട്ടിയെ തട്ടിക്കൊണ്ട് പോകുന്നു. പിന്നീട് അവിടുത്തെ യൂട്യൂബിൽ വലിയ താരമായിരുന്നല്ലോ. അതെ, ആ പെൺകുട്ടി ഇത് വളരെ കലാപരമായിട്ട് ഇവിടെ കിടന്ന് പോലീസ് ഓടി നെട്ടോട്ടോടി അവസാനം അവർ തന്നെ തിരിച്ചുകൊണ്ട് വിട്ടതല്ലാതെ പോലീസിനെ കണ്ടുപിടിക്കാൻ പറ്റി. പോലീസിന് ആളെ കണ്ടുപിടിക്കാൻ പറ്റി. ഇത് ഇന്ന ആളാണെന്ന് മനസ്സിലായി, ഇന്ന ആളാണ് കൊണ്ടുപോയെന്ന് മനസ്സിലായി. അതും കൊല്ലത്തായിരുന്നു. അതെ, അതും കൊല്ലത്താണ്. അപ്പോൾ നമ്മുടെ യുവത്വത്തിന് എന്ത് പറ്റി എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഗ്രീഷ്മയുടെ സംഭവം എടുക്കുമ്പോഴും അതുപോലെ എത്രയോ കേസുകൾ ഇപ്പോൾ ഗ്രീഷ്മ ജയിലിൽ കിടക്കുകയാണല്ലോ. അതെ, ഇതുപോലെ എത്രയോ സംഭവങ്ങൾ നമ്മൾ കുറേ നാൾ മുമ്പ് ഈ കേരളത്തിലെ പെൺ ക്രിമിനലുകൾ കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ കണ്ടതിൽ എന്തെല്ലാം സംഭവങ്ങൾ. ഇന്നും നമ്മളൊരു വാർത്ത ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് ഒരു ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ട് ഒരു സ്ത്രീയും വേറെ 2 പുരുഷന്മാരെ കൊണ്ട് അയാളെ തട്ടിക്കൊണ്ട് അയാളെ അതിഭീകരമായി മർദ്ദിച്ചിട്ട് മരിച്ചു എന്ന് പറഞ്ഞ് ഒരു ഫ്ലാറ്റിൽ ഇട്ടിട്ട് പോയതാണ്. അവസാനം അയാൾക്ക് മരിച്ചിട്ടില്ല. അയാൾക്ക് ഓർമ്മ വന്ന അയാൾ ചാടി എണീറ്റ് നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി. അപ്പോൾ ഈ പുരുഷന്മാർ ഇയാളെ മർദ്ദിച്ച് ദേഹം മുഴുവൻ മുറിവേൽപ്പിക്കുമ്പോൾ ഈ സ്ത്രീ മുളക് കലക്കി വെള്ളം ഇയാളെ ദേഹത്ത് തളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തൊരു മനസ്സൊന്നും ആലോചിച്ചു ഒരു മനുഷ്യനെയൊക്കെ ഇങ്ങനെ ചെയ്യുക എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതിപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ട്. ഇത് അഞ്ചലിലാണ് സംഭവം. കൊല്ലം അഞ്ചൽ ആർച്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് സംഭവം നടന്നിരിക്കുന്നത്. അപ്പം അവിടെ ഈ എന്താ പറയുന്നത്, ഇതിനെ ഈ കുട്ടിയെ കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞ് കസ്റ്റഡി ഇരുന്നുകൊണ്ട് ഈ കൊച്ചു വിഷം അടിച്ചു, എലിവിഷം അടിച്ചു എന്ന് പറഞ്ഞാൽ പോലീസ് കസ്റ്റഡി എടുത്തിട്ട് ദേഹപരിശോധന നടത്തുകയോ ഇതിന്റെ കയ്യിൽ മാരകമായിട്ടുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെ ചെയ്യാൻ ധൈര്യം കാണിച്ച ആൾ ഇത് ചെയ്തുകൂടായില്ലോ. ചെയ്യാൻ പഠിക്കാത്ത ആളായിരിക്കും എന്നുള്ള ഉറപ്പാണല്ലോ. ഇപ്പൊ ഗുരുതരാവസ്ഥയിലാണ്. അതും
ഞാൻ ഇപ്പോൾ പടമൊക്കെ വന്നു, നല്ല സുന്ദരി ഒരു കൊച്ച്, എന്തൊക്കെയാണ് ഒരു കല്യാണം മാറിപ്പോയി, അതിൻ്റെ ആ പേരിൽ ആണ് ഇത് നടന്നത്. ഇനി അതിനകത്തെ ഉള്ളുകള്ളികളൊന്നും നമുക്കറിയില്ല. ഇനി ഇയാളെ ബൈക്ക് കത്തിച്ച് നമ്മൾ എന്ത് സംഭവിക്കാൻ പോകുന്നത്? ബൈക്ക് കത്തിക്ക് പോയാൽ ഇൻഷുറൻസ് കിട്ടും. അതെ, അതല്ലാതെ ഇനി എന്തായാലും ഈ പോലീസുകാരെ കത്തിക്കാത്ത ഭാഗ്യമായെന്ന് മാത്രം പറഞ്ഞാൽ മതി. കാരണം വിളിച്ചുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് ഒരു ഒത്തീർപ്പാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വല്ല വിഷം കലക്കി കൊടുത്ത് അയാളെ ഏർപ്പാട് തീർക്കാത്തത് അവൻ്റെ അയാളെ ഭാഗ്യമാണെന്ന് കരുതിയാൽ മതി. അതാണ് ഇന്നത്തെ ഒരവസ്ഥ. നമ്മുടെ കഷായം ഗ്രീഷ്മയുടെ പരിപാടി ഇതായിരുന്നല്ലോ, അതായിരുന്നു. അവർക്ക് നല്ല കല്യാണാലോചന വന്നപ്പോൾ അവള് അടുത്ത ആളെ കാച്ചി ഇല്ലേ? അത് തന്നെയുള്ളൂ. അതിൽ എത്രയോ പേര്, എത്ര പേര് ഈ ഇത്തരത്തിലുള്ള വനിതാ ക്രിമിനലുകൾ. പക്ഷേ എപ്പോഴും നമ്മൾ സംശയിക്കാറുള്ള ആണുങ്ങളാണ്. പുരുഷന്മാർ സ്ത്രീകളിങ്ങനെ ചെയ്യില്ല നമ്മൾ കരുതും. പക്ഷേ കേരളത്തിൽ എത്രയോ ഈ ഇമാതിരി സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഈ സ്ത്രീകൾ എനിക്ക് തോന്നുന്നു പണ്ട് ഒരു 70-കളുടെ അവസാനം 80-ൽ ആദ്യം നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് അന്ന് ആലുവയിലൊരു മെർലിൻ എന്ന് പറഞ്ഞൊരു വധം നടന്നു. മെർലിൻ്റെ ഭർത്താവിൻ്റെ അടുത്ത ബന്ധുവായൊരു സ്ത്രീയും അവരുടെ സുഹൃത്തുക്കൾ കൂടെ ചേർന്ന് ഇവരെ വീട്ടിൽ ചെന്ന് ഇവരെ ബലം പ്രയോഗിച്ചവരെ വായിക്കാത്ത വിഷം ഒഴിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഈ മെർലിനൊക്കെ വന്നിരുന്നു. അത് വലിയ വിവാദമായ ഒരു വാർത്തയായിരുന്നു. അതിലെ കേസ് 1-ാം പ്രതി ഈ സ്ത്രീയായിരുന്നു. അപ്പോൾ അതുപോലെ നമ്മുടെ നാട്ടിൽ ഒരുപാട് വനിതാ ക്രിമിനലുകളുണ്ട്. ഈ ചമ്പൽത്താഴ്വരയിൽ ഫുലാൻ ദേവിയൊക്കെ പോലത്തെ കൊള്ളക്കാരുകളുണ്ടായിരുന്നു നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ നമ്മുടെ നാട്ടിൽ കൊള്ളക്കാരുകളൊന്നും ഇല്ലെങ്കിൽ ഇമാതിരി തട്ടിപ്പും പരിപാടികളും ആളുകളെ ആക്രമിക്കുന്നതിന് പ്ലാൻ ചെയ്യാനും ഒക്കെ ഇവരാണ് ഗംഭീര പ്ലാനിങ് ആണ് ഇവരെ കാര്യങ്ങൾ. ഈ കട്ടപ്പന എന്നുള്ള കൊച്ചിനെയൊക്കെ വിളിച്ചു വരുത്തി ആ കൊച്ചിനൊന്നും ബോധമില്ലെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. കട്ടപ്പന നിന്ന് വണ്ടി കയറി നാട്ടിൽ വന്നിട്ട് അടുത്ത കൂട്ടുകാരിയായിരിക്കും ചിലപ്പോൾ. അല്ലെ, ഇതിനകത്ത് വേറെ കാര്യങ്ങളുണ്ട്. ആ ലെറ്റർ ഉണ്ടല്ലോ, ആ ലെറ്റർ ശരിക്കും ഒരു കലാപത്തിനുള്ള ആഹ്വാനമാണ്. ഇപ്പം ഇവരൊരു കുറ്റകൃത്യം ചെയ്തിട്ട് വേറൊരാളുടെ പേരിൽ എഴുതി വെക്കും. ഇപ്പം ഈ പറയുന്ന ഇതിൻ്റെ മുന്നൊരുക്കമായിട്ട് അല്ലെ മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ പോലീസ് അന്വേഷിച്ചിട്ട് ഇതിനകത്ത് ഏതെങ്കിലും ഈ പറയുന്ന വിദ്യാർത്ഥി സംഘടനകളുമായിട്ട് ഇയാൾക്കൊരു ചെറിയ ഗ്രഡ്ജ് ഉണ്ടാവുകയോ ഒരു വാക്കേറ്റം ഉണ്ടാകുന്ന ആ വാക്കേറ്റം ഉണ്ടായവർ സഹിതം അകത്ത് പോകത്തില്ല. ഉറപ്പാണല്ലോ, കാരണം അവൻ പറഞ്ഞ് വിശ്വസിക്കുകയില്ല. അവൻ്റെ നേരത്തെ അങ്ങനെ ഈ പറഞ്ഞ പോലെ തല്ലിയതിന് വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ എടുത്തോളാം എന്നങ്ങാനും പറഞ്ഞ അതെ. എനിക്ക് തോന്നുന്നു ഈ കൊച്ചിനൊന്നും അറിഞ്ഞുകൂടെയായിരിക്കും. എന്താ തൽക്കാലം വല്ലവൻ്റെ തലയ്ക്ക് വെക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും. പക്ഷേ നമ്മുടെ നാട് മുഴുവൻ CCTV ആണ് എന്ന് നമ്മൾ പലപ്പോഴും ചർച്ചകൾ പറയാറുണ്ട്. നമ്മൾ എവിടെ ഇറങ്ങിയാലും നമ്മുടെ ചുറ്റിനും ക്യാമറയാണെന്നുള്ള കാര്യം നമ്മളെല്ലാവരും ഓർക്കണം. അതുകൊണ്ട് പെട്ടെന്ന് ഇന്നത്തെ കാലത്ത് തട്ടിപ്പും ഇതുപോലത്തെ ഉടായ്പൊന്നും കാണിക്കാൻ പറ്റില്ല, പിടിവിടും. ഈ കുട്ടികളുടെ ഒരു മനോഭാവം ഇപ്പം ഞാൻ പറയാം, നമുക്ക് ഈ സോഷ്യൽ മീഡിയ എടുത്താൽ അറിയാം, ഒരുപാട് സ്ത്രീകളുണ്ട്. ഒരുപാട് സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഈ പെൺഗുണ്ടകളെ പോലെ പോസ്റ്റ് ഇടുകയും വീടുകളിൽ ചെന്ന് ആൾക്കാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഉണ്ട്. കാരണം നിയമം ഇവർക്കൊപ്പമാണ് നിൽക്കുന്നത്. നിയമം സ്ത്രീകൾക്കൊപ്പമാണല്ലോ. പുരുഷന്റെ നിയമം ഇല്ലല്ലോ പ്രത്യേകിച്ച്. മാത്രമല്ല ഇവർ പലരും സോഷ്യൽ മീഡിയയിൽ നിന്ന് ചീത്ത വിളിക്കുന്ന കണ്ടില്ല, ഓരോരുത്തർ ശരിയാക്കുമെന്നൊക്കെ പറഞ്ഞ് പറയണം നമ്മൾ കാണാറുണ്ട്. ഇവർ സോഷ്യൽ മീഡിയ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കുന്ന കൂടാതെ ഈ വണ്ടിയും പിടിച്ച് പുരുഷന്മാരെ വീടുകളിൽ ചെന്ന് ഭീഷണിപ്പെടുത്തുന്ന സീൻ കണ്ടിട്ടില്ലേ? ഒരുപാട് വിഷയങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഇതിനകത്ത് കാണാം, ഒത്തിരി സ്ത്രീകളുണ്ട്. ആ സ്ത്രീകൾ അതൊക്കെ അവർക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം, അതിനൊന്നും നമ്മൾ തടസ്സം നിൽക്കുന്നില്ല, അല്ലെ നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ ഇതുപോലെയുള്ള അക്രമ സ്വഭാവങ്ങളും ആക്രമണ വാസനകളും ഡയറക്റ്റ് വീടുകളിൽ ചെല്ലും. പിന്നെ ഓരോ ആൾക്കാരെക്കുറിച്ച് ഇപ്പം നമ്മളിപ്പോൾ ഒരു നെഗറ്റീവ് കമൻറ്റ് ഇട്ടു എന്ന് പറയാം, ഇങ്ങനെയുള്ള ആൾക്കാർ ഇവരുടനെ നമ്മുടെ ഫോട്ടോ എടുക്കും, പ്രൊഫൈലിൽ കയറി ഫോട്ടോ എടുക്കും, നമ്മുടെ കുടുംബാംഗങ്ങളുടെ ഫോട്ടോ എടുക്കും, എന്നിട്ട് ഇതെല്ലാം കട്ട് ചെയ്ത് സ്ക്രീൻഷോട്ടാക്കി നമുക്കെതിരെ തെറി പറഞ്ഞ് ഇതിനകത്ത് പോസ്റ്റ് ഇടുമ്പോഴത്തേക്ക് ഇവരുടെ കുറേ ആരാധകരുണ്ട്, അതായത് കുറേ ഞരമ്പന്മാർ. ഏറ്റവും കൂടുതൽ ഞരമ്പന്മാരുള്ളത് ഈ സോഷ്യൽ മീഡിയയിലാണ്. അപ്പോൾ ഓരോരുത്തർ കുറേ അമ്മമാർ ചേച്ചിപ്പെണ്ണാണ് ചിലർക്ക്. ചേച്ചിപ്പെണ്ണെ മുന്നോട്ട് പൊക്കോ, യുവമനെ നമ്മൾ കൈകാര്യം ചെയ്യും. പിന്നെ കുറേ ആൾക്കാരുണ്ട് ഇച്ചിരിയുടെ പ്രായം ചെന്ന അമ്മാവന്മാർ, മോളെ ഞങ്ങളുണ്ട് നിന്റെ കൂടെ, നിനക്ക് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും എന്നൊക്കെ പറയും. മുന്നോട്ട്. എന്നിട്ട് അവർക്ക് വേണ്ടി നമ്മളെ തെറി വിളിക്കാൻ നമ്മുടെ പ്രൊഫൈലിൽ ഈ പറയുന്ന ഈ ഞരമ്പന്മാർ, എന്നിട്ട് നമ്മളെ തെറി വിളിക്കും. നമ്മളെന്ത് ചെയ്യും? നമ്മളതിനകത്ത് നിശബ്ദത പാലിക്കാൻ നമ്മൾ പിന്മാറുകയോ ചെയ്യേണ്ടി വരും. നമ്മൾ തിരിച്ചറിവിളിച്ച് കേസ് കൊടുക്കും. നമ്മൾ ഇത് ചെയ്താൽ അവർ നമുക്കെതിരെ കേസ് കൊടുക്കും. അവരെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമുക്കെതിരെ കേസ് കൊടുക്കും. അതിൻ്റെ ഒരു വകഭേദമാണ് ഈ കഴിഞ്ഞിടയ്ക്ക് രാഹുൽ മാങ്കൂട്ടുമായിട്ട് ബന്ധപ്പെട്ടതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പെണ്ണുങ്ങൾ തമ്മിൽ തെറിവിളി നടന്നു. അമ്മയിലടക്കം തെറിവിളി. അതെ, അമ്മ സംഘടനയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ത്രീകൾ തമ്മിൽ തെറിവിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് വളരെ വിചിത്രമാണ്. നമ്മുടെ നാട്ടിലെ സ്ത്രീകളെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇക്കണക്കിന് പോയാൽ ഇനി ചെറുപ്പക്കാർ കല്യാണം ആലോചിക്കാൻ മടിക്കും. എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിത് ജനറലൈസ് ചെയ്ത് പറയല്ല, ഈ ഒരാളുടെ സ്വഭാവം നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ഒരു വഴിയില്ല. ഇപ്പം കല്യാണം ആലോചിക്കുന്നവരെല്ലാവരും വിവാഹം കഴിക്കണമെന്നില്ല. ചിലപ്പോൾ വിവാഹത്തിന് അടുത്തെത്തിയതിന് ശേഷം പെട്ടെന്ന് എന്തെങ്കിലും കാരണം ഉണ്ടായി പിന്മാറുകയൊക്കെ ചെയ്യും. പണ്ടൊക്കെ ആണെങ്കിൽ അതിനകത്തൊരു നഷ്ടപരിഹാരം വാങ്ങിച്ചത് അങ്ങ് പിന്മാറും. ഇപ്പം പിന്നെ പ്രതികാരമല്ലേ, പ്രതികാരമാണ്. എനിക്ക് നിന്നോട് പ്രതികാരം ചെയ്യണം, ഞാൻ ഭദ്രകാളിയാണെന്ന് ഉർവശി ഒരു സിനിമയിൽ പറയുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ
ഇവർ ഭദ്രകാളി വേഷം കൊണ്ട് ഏതായാലും അവർ ആ വീട് കത്തിക്കാഞ്ഞത് ഭാഗ്യം. വീട് കത്തിക്കാന്ന് ഇയാളെ കത്തിക്കാഞ്ഞത് ഭാഗ്യം. അതെ, ഇപ്പം അവർ തൽക്കാലം ഈ ബൈക്ക്, അവരുടെ ചിന്താഗതി ബൈക്കിലോട്ട് മാത്രമാണ് നീങ്ങിയിരിക്കുന്നത്. ഇനിയും വെളിയിൽ കൊണ്ടുവച്ച് വല്ല പെട്രോളും പമ്പ് ചെയ്ത് പെര കത്തിച്ചിരുന്നെങ്കിലോ? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എത്രത്തോളമാണ് നമ്മുടെ നാട്ടിലെ യുവജനങ്ങളുടെ ഒരു ക്രിമിനൽ ബുദ്ധി, അവരുടെ ചിന്താഗതിയിലൊന്നും മാറ്റം ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. ഇത്തരം പക ഇവരൊക്കെ വഴിതിരിഞ്ഞ് ഏത് വഴിക്കാണ് പോകുന്നതെന്നാണ് നമുക്കിപ്പോഴും മനസ്സിലാകാത്തത്. എന്താണെങ്കിലും ഈ പോലീസിൻ്റെ ഭാഗത്തൊരു വീഴ്ച ഉണ്ടായത്, ഒരാളെ കസ്റ്റഡി എടുത്തപ്പോൾ ആ ആളെ അതാണ് പ്രധാനമായിട്ടും ഇത്തരം വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പെൺകുട്ടികൾ അവർ രണ്ടും കൽപ്പിച്ചായിരിക്കും ഇറങ്ങി. ഇന്നിപ്പോൾ ബൈക്ക് കത്തിച്ച് പ്രതീകാത്മകമാണ്, അയാളെ കത്തിക്കാൻ കിട്ടാത്തതുകൊണ്ടാണ് ബൈക്ക് കത്തിച്ചത്. ഇനി അതിന്റെ പിന്നിലുള്ള കഥകൾ നമുക്ക് അറിഞ്ഞുകൂടാ. ഇനി ബൈക്കിന് പെണ്ണ് മേടിച്ചു കൊടുത്തതാണോ എന്ന് നമുക്കറിയില്ല. പുറത്തു വരേണ്ടതായിട്ടുണ്ട്, അറിയാൻ പറ്റും. എന്തായാലും പോലീസ് അക്കാര്യത്തിൽ കൃത്യമായിട്ട് ഇടപെട്ട് കുറ്റവാളികളെ കണ്ടെത്തി. പക്ഷേ ഈ കുറ്റവാളി കസ്റ്റഡിയിൽ വിഷം കഴിച്ചു എന്നുള്ളത് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു വീഴ്ച തന്നെയാണ്. ഇനി എന്താണ് യഥാർത്ഥ കഥയെന്നുള്ളത് ഈ പോലീസുകാരനും പറയണം, ആ പറഞ്ഞ പോലെ ഈ പെൺകുട്ടിയും പറയണം. എങ്കിൽ മാത്രമേ നമുക്കത് എന്താണെന്നുള്ളത് അറിയാൻ പറ്റും. എന്താണെങ്കിലും വല്ലാത്ത സംഭവ വികാസങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.